എല്ലാവർക്കും നമസ്കാരം. തുടർന്നുള്ള ഭാഗം ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് വീണ്ടും പറയുന്നു. അല്ലയോ പാർത്ഥ, ഇന്ദ്രിയങ്ങൾ അടക്കമില്ലാത്തവയും കരുത്തുള്ളവയുമാണ്. ഒരുവൻ വിവേകിയാണെങ്കിൽ പോലും അവയെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്നവൻ്റെ മനസ്സിനെ അവ ബലാത്കാരേണ വലിച്ചു നീക്കുന്നു. മഹാജ്ഞാനികളായ ഋഷികൾ, തത്വചിന്തകർ, അതീന്ദ്രിയവാദികൾ എന്നിങ്ങനെ പലരും ഇന്ദ്രിയജയത്തിനായി ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമങ്ങളെല്ലാം ഉണ്ടായിട്ടും അവരിൽ ഉത്തമന്മാർ പോലും മനോവിക്ഷോഭം മൂലം ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് ചിലപ്പോൾ അടിമയാകുന്നു. വിശിഷ്ട യോഗിയും മഹർഷിയുമായിരുന്ന വിശ്വാമിത്രൻ പോലും മേനകയാൽ പ്രേരിതനായിട്ടുണ്ട്. വിശ്വാമിത്രൻ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ ലോകത്തിൻ്റെ സുഹൃത്ത് എന്നാണ്. ജന്മനാ ബ്രാഹ്മണനല്ല, കുശമുനിയുടെ പിൻഗാമിയും ഗാധി രാജാവിൻ്റെ മകനുമായതിനാൽ കൗശികൻ എന്ന ക്ഷത്രിയ രാജാവായിരുന്നു ഇദ്ദേഹം. വിശ്വാമിത്രനും വസിഷ്ഠനും തമ്മിൽ വ്യക്തിത്വപരമായി വളരെ സംഘർഷമുണ്ടായിരുന്ന കാലം. ഒരിക്കൽ വസിഷ്ഠൻ തൻ്റെ ആത്മീയവും നിഗൂഢവുമായ ശക്തികൾ ഉപയോഗിച്ച് വിശ്വാമിത്രൻ്റെ മുഴുവൻ സൈന്യത്തെയും നശിപ്പിക്കുകയുണ്ടായി. ഒരു രാജാവിൻ്റെ പദവിയേക്കാൾ തപസ്സിലൂടെ നേടുന്ന ശക്തി വലുതെന്ന് കരുതിയ അദ്ദേഹം ഈ അപമാനത്തിന് പകരം വീട്ടാനായി വർഷങ്ങളോളം തപസ് ചെയ്ത് കൂടുതൽ ശക്തി നേടി. കൂടുതൽ ആയുധങ്ങളെക്കുറിച്ചുള്ള അറിവ് നേടിയെങ്കിലും വസിഷ്ഠനെ അദ്ദേഹത്തിന് വധിക്കാനായില്ല. മാത്രമല്ല, വസിഷ്ഠൻ്റെ മുമ്പിൽ വീണ്ടും പരാജിതനായ അദ്ദേഹത്തിന് മാനഹാനിക്കും ഇടയായി. അദ്ദേഹം ആത്മീയ ശക്തിയുടെ മഹത്വം തിരിച്ചറിഞ്ഞു, സിംഹാസനം ഉപേക്ഷിച്ചു, തപസ് അനുഷ്ഠിച്ചു. ഒടുവിൽ ബ്രഹ്മർഷി പദത്തിനും അർഹനായി. വിശ്വാമിത്രൻ്റെ ആത്മീയ ശക്തികൾക്കായുള്ള ആദ്യകാല അന്വേഷണത്തിനിടയിലാണ് മേനക വരുന്നത്. വിശ്വാമിത്രൻ്റെ കഠിന തപസ്സിനെ ഭയന്ന ദേവന്മാർ അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കാനായി മേനകയെ അയക്കുന്നു. അവളുടെ സൗന്ദര്യത്തിൽ ആകർഷണനായ വിശ്വാമിത്രൻ താൽക്കാലികമായി അദ്ദേഹത്തിൻ്റെ ആത്മീയ പാതയിൽ നിന്നും വ്യതിചലിക്കുകയും ചെയ്യുന്നു. ഈ ബന്ധത്തിൽ അവർക്ക് ജനിക്കുന്ന കുട്ടിയാണ് ശകുന്തള. ഈ കുട്ടിയെ മേനക മാലിനി നദീതീരത്ത് ഉപേക്ഷിക്കുകയും പിന്നീട് കണ്ണുമണി അവളെ കണ്ടെത്തി സ്വന്തം മകളായി വളർത്തുകയും ചെയ്യുന്നു എന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ഈ ബ്രഹ്മർഷി വിശ്വാമിത്രനാണ് ഗായത്രി മന്ത്രം കണ്ടെത്തിയത് എന്നും പറയുന്നു. ഇനി മലയാള പരിഭാഷ. ഇന്ദ്രിയ സുഖത്തിനായി വേല ചെയ്തിടുന്നൊരു യോഗിയായിടുന്നവൻ്റെ ബുദ്ധിയെ കെടുത്തുവാൻ പോന്നിടുന്ന ശേഷിയുള്ളതാണതഞ്ചും ഇന്ദ്രിയങ്ങളായതെന്ന് കേട്ടു നീ ധരിച്ചു കൊള്ളുക അർജുന. എല്ലാവർക്കും നന്ദി, നമസ്കാരം.